ഹായ് ഫ്രണ്ട്സ്, ഫയസ് കിച്ചൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കുറഞ്ഞ ചിലവിൽ കോഴിത്തീറ്റ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. കോഴി വളർത്തലിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് നമുക്ക് കോഴിത്തീറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ കടയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിലുള്ള കോഴിത്തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കോഴി വളർത്തൽ ഒരു ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ കോഴിത്തീറ്റ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് തവിടാണ്. അപ്പോൾ തവിടൊക്കെ നമുക്ക് കുറഞ്ഞ ക്യാഷിന് അടുത്തുള്ള മില്ലിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തവിട് കൊടുക്കുന്നത് കോഴികൾക്ക് വളരെ നല്ലതാണ്. കോഴികൾക്ക് മുട്ട ഉൽപ്പാദനത്തിനും കൂടുതൽ മുട്ട ഉൽപ്പാദനത്തിനും പിന്നെ അതുപോലെ തന്നെ കോഴികൾക്കുണ്ടാകുന്ന നെയ്ക്കെട്ട് പോലെയുള്ള അസുഖത്തിനൊക്കെ ഈ തവിട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ചോളത്തിൻ്റെ തവിടാണ്. ചോളം തവിട് അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചോളത്തിൻ്റെ തവിടും വളരെയധികം നല്ലതാണ്. കോഴികൾക്ക് മുട്ട ഉൽപ്പാദനത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. പിന്നെ അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പിണ്ണാക്കാണ്. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്കും തന്നെ കോഴികൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കോഴികൾക്ക് മുട്ട ഉൽപ്പാദനത്തിലൊക്കെ വളരെ നല്ലതാണ് തേങ്ങാപ്പിണ്ണാക്ക്. ഇതും തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ക്യാഷ് കൊടുത്താലും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതും കോഴിത്തീറ്റയിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല പൊടിച്ച് നല്ലൊന്ന് കുതിർത്തിയിട്ട് നമ്മൾ കോഴിത്തീറ്റ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ലെയർ മാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ചേർത്താൽ മതി, ഒരു 250 ഗ്രാമൊക്കെ ഇതിലേക്ക് ചേർത്താൽ മതിയാവും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലൊരു മീനിൻ്റെ ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ കക്കയുടെ പൗഡറും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കോഴി ആണ്. അപ്പോൾ ഇത് ടേസ്റ്റിനു വേണ്ടിയാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കച്ചെമ്മീൻ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ നമുക്ക് കടയിൽ നിന്നും അതിനും തന്നെ വലിയ ക്യാഷ് ചിലവ് നമുക്ക് വരുന്നില്ല. അപ്പോൾ അത് വാങ്ങിയിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചാലും നല്ലൊരു മണവും നല്ല രുചിയും നമുക്ക് കോഴിത്തീറ്റൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പ് ഇങ്ങനെ മുഴുവനായിട്ടല്ലാതെ നമ്മളൊന്ന് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കോഴികൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഗോതമ്പൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് വളരെ വില കുറച്ച് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭകരം. നുറുങ്ങ് ഗോതമ്പ് എന്ന് പറഞ്ഞ ഗോതമ്പായിട്ടും നമുക്കിത് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ചിലവില്ലാത്ത നമ്മൾ ഒഴിവാക്കുന്ന കോഴിമുട്ടയുടെ തോട്. അപ്പോൾ ഈ കോഴിമുട്ട തോട് നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പൗഡറാക്കി പൊടിച്ചിട്ട് അതും കൂടി നമുക്ക് ഈ തീറ്റയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് വളരെയധികം നല്ലതാണ്. കോഴികൾക്ക് കാൽഷ്യത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ തോട് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനത്തിനും ഒക്കെ വളരെയധികം നല്ലതാണ് മുട്ടയുടെ തോട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ തവിടും പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് തവിട് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രോട്ടീൻ്റെ അംശം അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതും തീർത്തും നമുക്ക് ചിലവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ മിക്സിങ് ചെയ്യുന്നത്. ഇപ്പോൾ തവിട് പിന്നെ അതുപോലെ തന്നെ നുറുങ്ങ് ഗോതമ്പ്, തവിട് പിന്നെ മുട്ടയുടെ നമ്മൾ തോട് പൊടിച്ചതും എല്ലാം കൂടി ഇതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന പോലെയുള്ള ഒരു പരുവത്തിലാണ്, പുട്ടിന് പൊടി കുഴക്കുന്ന പോലെയുള്ള ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അപ്പോഴേ കോഴികൾക്ക് അത് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തീറ്റ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾക്കിത് കോഴികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ അത് കോഴികൾക്ക് വളരെയധികം നല്ലൊരു തീറ്റയാണിത്. മുട്ടയുടെ ഉൽപ്പാദനത്തിന് വളരെ നല്ലതാണിത്. പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് കോഴികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വാഴയുടെ ഇല വളരെയധികം നല്ലതാണ് കോഴികൾക്ക്. പിന്നെ അത് തന്നെ വാഴപ്പിണ്ടി, അതും തന്നെ വാഴപ്പിണ്ടിയൊക്കെ നല്ല ചെറിയ പീസാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല നല്ലപോലെ കഴിക്കുന്നതാണ് കോഴികൾക്ക് വളരെ ഇഷ്ടമാണ്. മുരിങ്ങയുടെ ഇല നല്ലതുപോലെ കഴിക്കും. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല കൊടുക്കുന്നത് കോഴികൾക്ക്
കോഴികൾക്കുള്ള ഈ അസുഖം വരാതിരിക്കാനും പല അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് മുരിങ്ങ ഇല. പിന്നെ അതുപോലെ തന്നെ പപ്പായയുടെ ഇല നല്ല പോലെ കഴിക്കുന്ന ഒരു ഇലയാണ് പപ്പായയുടെ ഇല. അപ്പോൾ അതും നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. ഇതും തന്നെ മുട്ട ഉൽപ്പാദനമൊക്കെ കൂട്ടാനൊക്കെ പപ്പായയുടെ ഇല കൊടുക്കുന്നത് നല്ലതാണ്. മീനിൻ്റെ വേസ്റ്റൊക്കെ നല്ലതുപോലെ കോഴികൾക്ക് ഇഷ്ടമാണ്, നല്ലതുപോലെ കഴിച്ചോളും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് തീറ്റയുടെ ചിലവ് കുറക്കാം. അപ്പോൾ കടയിൽ നിന്നും വലിയ വില കൊടുത്ത് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ചിട്ട് നമുക്ക് കോഴിത്തീറ്റ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് 35-40 രൂപ കിലോന് കൊടുത്തിട്ടൊന്നും കോഴിത്തീറ്റ വാങ്ങി കൊടുത്ത് നമ്മൾ കോഴി വളർത്തുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്നൊന്നും വാങ്ങാതെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, അത് ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തീറ്റ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.